എടാ ഹണി ബണി നമ്മളിതാ എത്തി. ഇൻസ്പെക്ടർ പാണ്ഡ, താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശബ്ദമുണ്ടാക്കാതിരിക്കൂ, പതുക്കെ പറയൂ. ഈഷ്, ഞാൻ ഒച്ച കുറയ്ക്കാൻ മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ സ്പീക്കർ ഓഫ് ആക്കാനല്ല. കുറച്ചുകൂടി ഒച്ചത്തിൽ പറയാ. അല്ല, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എനിക്കൊരു വിവരം കിട്ടി. ഇവിടെ ഒരു കള്ളൻ ഇവിടെ നിന്നും ഗോൾഡ് ട്രോഫി മോഷ്ടിക്കാൻ വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ മറ്റൊരു വേഷത്തിൽ വന്നതാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞത്? അത് പിന്നെ അങ്ങയുടെ വെയിറ്റും ആ ഉന്തി തള്ളിയിരിക്കുന്ന വയറും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. ഈഷ്, പക്ഷേ അങ്ങ് അകത്ത് കയറി എന്തുകൊണ്ടാണ് ആ കള്ളനെ പിടിക്കാത്തത്? ഈഷ്, പോലീസ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കള്ളനോട് രക്ഷപ്പെടില്ലേ? അഥവാ കള്ളൻ ഇത്തവണ രക്ഷപ്പെട്ടാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യും. അപ്പൊ പിന്നെ താങ്കൾ എന്താ ചെയ്യാ? എനിക്ക് വിവരം കിട്ടിയത് കണ്ടസ്റ്റന്റിൽ നിന്നുള്ള ആരോ ആണ് കള്ളൻ എന്നാണ്. ഇൻസ്പെക്ടർ പാണ്ഡ, ഞങ്ങൾ അകത്ത് പോയി ശ്രദ്ധിച്ചിട്ട് വരാം ആരാണ് കള്ളനെന്ന്. ഓ, അതേതായാലും നല്ല കാര്യമാ. അല്ല, നിങ്ങളും ഈ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണോ? ഇനി അതിനാണ് വന്നതെങ്കിൽ മറന്നേക്ക്. കാരണം ട്രോഫി ഞാൻ തന്നെ കൊണ്ടുപോകും. സംശയമുണ്ടോ? സംശയമുണ്ടല്ലോ. നിങ്ങൾ ട്രോഫി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ നിങ്ങളെ എടുക്കുന്നേ? ഇത് നിങ്ങൾ തമാശയായിട്ടല്ല പറഞ്ഞതെങ്കിൽ ഞാനിപ്പോ ചവിട്ടിക്കൂട്ടി ദൂരെ ഇട്ടേനെ അനിയാ. എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെയാ കള്ളനെന്നാ. സംശയമുണ്ടോ? ആ സംശയം എനിക്കുണ്ട്. പക്ഷെ സംശയം വെച്ചോണ്ട് ഒരാൾ കള്ളനാണെന്ന് എങ്ങനെയാ പറയാ? ചോദിച്ചു നോക്ക്. ദേ നോക്കിയേ, നിങ്ങൾ കള്ളനാണോ? എടാ, നീ ആരെയാടാ ഇപ്പൊ കള്ളനെന്ന് വിളിച്ചത്? കള്ളനല്ല, കളയാൻ. അതെന്താണെന്ന് വെച്ചാ ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കൂട്ടുകാരാവാം. പൂച്ചയും സഹോദരങ്ങൾ. ആ എന്റെ പേര് പോക്കെന്നാ. പോക്കെന്നാ. അതിനെന്തിനാ താനിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? പ്രേതത്തെ കണ്ട പോലെ. ഇത്ര പേടിക്കാനായിട്ട് എന്താ ഉള്ളത്? ആരോ എന്നെ എല്ലായ്പ്പോഴും പിന്തുടരാറുണ്ട്. എപ്പോഴും എല്ലായ്പ്പോഴും. ആരാ? ദാ ഇവൻ. എനിക്ക് ഇത് കാണുമ്പോ വല്ലാതെ പേടിയാവുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ എന്റെ പുറകെ അവൻ മാറിയിട്ടില്ല. കുരങ്ങനെ ഗുസ്തിക്കാരൻ ടക്കർന്നാ വിളിക്കുന്നത്. അഥവാ കൊരങ്ങനെയാണ് ഫയൽവാൻ ടക്കർ എന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളെ എന്താണ് ഞങ്ങൾ വിളിക്കേണ്ടത്? എടാ, എന്നെ തന്നെയാണ് ഗുസ്തിക്കാരൻ ടക്കർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പിന്നെ കൊരങ്ങനെ എന്തിനാണ് ഫയൽവാൻ ടക്കർ എന്ന് വിളിക്കുന്നത്? ദേ, എന്നോട് ഒരുപാട് കളിച്ചാലുണ്ടല്ലോ, തലമണ്ട തല്ലിപ്പൊട്ടിച്ച് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കും ഞാൻ. മനസ്സിലായോടാ? എനിക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഓംലെറ്റ് തല കൊണ്ടല്ല, മുട്ട കൊണ്ടാ ഉണ്ടാക്കാറുള്ളത്. എടാ, അധിക പ്രസംഗി. നിന്നെ ഓ ഓ, 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 ഓ. ഇതിനൊന്നും ഞാൻ തലകറങ്ങി വീഴുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതൊക്കെ എന്റെ ഒരു സ്റ്റൈലാ. മനസ്സിലായോടാ? എടാ 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 തൊലി, ഇനി നീ എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ കോൺടെസ്റ്റുകാരൻ തന്നെ എടുത്തിട്ട് പൊട്ടിക്കും. മനസ്സിലായോ നിനക്ക്? അല്ല, ഇത് ആരൊക്കെയാ? അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞങ്ങൾ ഇന്നിവിടെ നടക്കുന്ന പൂച്ചകളുടെ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഓ, നിങ്ങളും പങ്കെടുക്കുന്നുണ്ടോ? എങ്കിൽ എങ്ങനെയാണോ വന്നത് അതുപോലെ തിരിച്ചു വയ്ക്കോളൂ. നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഇന്നത്തെ പൂച്ചകളുടെ കോൺടെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ റെഡിയല്ലേ? ഇതാണ് ഗോൾഡ് ട്രോഫി. അതെ അതെ, പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുകയില്ല. ഇത് നിങ്ങൾക്ക് ജയിച്ചതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. അതുവരെ ഇതിന് ഞങ്ങൾ തട്ടത്തിൽ തന്നെ മറച്ചു വെക്കും. ആ പറഞ്ഞത് ശരിയാ. തട്ടത്തിൻ മറയത്തെ ഗോൾഡൻ ട്രോഫി കൊള്ളാം. സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ അതാരെങ്കിലും അടിച്ചോണ്ട് പോകും. സംശയമുണ്ടോ? ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നീ വളരെ നല്ല ആങ്കർ തന്നെയാ. പിന്നൊരു കാര്യം പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ സ്റ്റേജിൽ ആങ്കറിംഗ് ചെയ്യാൻ വരാമോ പ്ലീസ്? ഞാനോ? ആങ്കറിങ്ങോ? ഇത്രയും സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ ആങ്കറിംഗ് അല്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. സംശയമുണ്ടോ? ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ പോപ്പറ്റ്. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംശയമുണ്ടോ? വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഒരു ഗോൾഡൻ ട്രോഫിയാണ്. അതിന്റെ കൂടെ തന്നെ ഭക്ഷണവും കോഫിയും. അത് തന്നെ നിങ്ങൾക്ക് ധാരാളമാണല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ടാലന്റ് റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ടിന്റെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ഡർപോക്ക്. എനിക്ക് തോന്നുന്നില്ല ഇവൻ ട്രോഫി മോഷ്ടിക്കുമെന്ന്. അടുത്തതാരാണ്? അടുത്ത കണ്ടസ്റ്റന്റ് വരുന്നു,
മിസ്റ്റർ സ്റ്റൺ ക്യാറ്റ്, സംശയമുണ്ടോ? സ്റ്റൺ കാറ്റിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവനായിരിക്കും കള്ളനെന്നാ. കള്ളനോ? എവിടെ? എടാ നീ ഒന്ന് താഴെ ഇറങ്ങ, എന്റെ ബോഡി വെറുതെ മെനക്കെടുത്തല്ലേ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കള്ളനായാലും കുള്ളനായാലും ഞാൻ നോക്കിക്കോളാം പിള്ളേരെ, പേടിക്കണ്ട കേട്ടോ? ആദ്യം നീ നിന്നെ നോക്ക്, എന്നിട്ട് നീ ഞങ്ങളെ നോക്കിയാൽ മതി. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാ മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ ട്രക്കിൽ ഘടിപ്പിച്ച പോലെയുണ്ട്. പോകാനായിട്ടൊരു വഴി കൊടുക്കൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ വഴി സ്വന്തമായിട്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇയാൾ പറയുന്നത്. വലിയ നിനക്കെങ്ങനെ ഇയാളുടെ ഭാഷ മനസ്സിലായി? ഇതുപോലെ ഞാനൊരു സിനിമയിൽ കണ്ടിരുന്നു. അതിലും ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചിരുന്നത്. ആ ആ ഇ ഇ ഉ ഉ. ഞാൻ അത് പഠിച്ചു. നമ്മൾ എന്തായാലും ഉടൻ തന്നെ അയാളെ പിന്തുടർന്ന് പോകാം. വരൂ. എടാ പിള്ളേരെ, ഒറ്റയ്ക്ക് പത്രത്തിൽ ഫോട്ടോ വരുത്താനാണോ? നിങ്ങളെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്താ അവന്റെ സൈസ് കണ്ണി പിടിച്ചില്ലേ? ഞാനും നിങ്ങളോടൊപ്പം വന്ന ആ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. പോപ്പട്ട്, ഈ ഷോയിന് നീ തനിയെ മുന്നോട്ട് കൊണ്ടുപോകാമോ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ബൈ. പിന്നെന്താ, ആരെങ്കിലും ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കാണിക്കും. നിങ്ങൾ കള്ളന്റെ പുറകെ പൊയ്ക്കോ, ഞാനിവിടെ ഷോ മുന്നോട്ട് കൊണ്ടുപോകാം. എടാ ചോട്ടെ, നീ നമ്മുടെ ബോഡി ബിൽഡർ സ്റ്റൺ ക്യാറ്റിനെ എവിടെങ്ങാനും കണ്ടിരുന്നോ? എടാ കഴുതേ, ഇത് തന്നെയാണ് ബോഡി ബിൽഡർ സ്റ്റാൻ കാറ്റ്. ദേ നോക്ക്. വലിയ അവനിപ്പോ എന്ത് പറഞ്ഞോണ്ടാ ഓടിയെ പറഞ്ഞേ? അവൻ പറഞ്ഞത് പിടിക്കപ്പെട്ടു എന്നാണ്. അതിനർത്ഥം കള്ളൻ ഈ സ്റ്റണ്ട് ക്യാറ്റ് തന്നെ എന്നാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും പണ്ണി? ഗുസ്തിക്കാരൻ ടക്കറെ, നിങ്ങൾ ഇവിടുന്ന് പുറത്ത് കടന്നിട്ട് ലോക്ക് തുറക്കാൻ സാധിക്കും. ആയിക്കോട്ടെ അനിയ, എന്തായാലും ഇപ്പൊ എന്റെ ആവശ്യം വേണ്ടി വന്നല്ലോ. ഒന്ന് വേഗമാകട്ടെ, അല്ലെങ്കിൽ കോൺടസ്റ്റ് തീർന്നു പോകും. പോ. ആ ഗോൾഡൻ ട്രോഫി കളവ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവന്റെ അസിസ്റ്റന്റിനെ അതെ, പിടികൂടണം. എനിക്കിപ്പോ പെർഫോം ചെയ്യാൻ പോകേണ്ടതാ, അത് മറക്കരുത്. പക്ഷേ അതിന് ഇവൻ ജയിക്കാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. അയാള് പോയത് നന്നായി. നമുക്ക് 3 പേർക്കും ചേർന്ന് അവനെ പിടികൂടാം. വാ. അതെ, ടക്കർ ഫൈൽവാൻ സിംഗ് എന്ന പേരിൽ മാത്രമല്ല പ്രത്യേകത, അതിന്റെ കഴിവിലും ഉണ്ട്. ഇനി അടുത്ത കണ്ടസ്റ്റന്റ് ആണ് ഹണി. എടാ, നീ എന്തായി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അടുത്ത കണ്ടസ്റ്റന്റ് ആണ് ഫയൽവാൻ ഠക്കർ. അടുത്ത കണ്ടസ്റ്റന്റ് ആണ് സണി. വേണ്ട,
വേണ്ട, എന്നെ വെറുതെ വിട്. വേണമെങ്കിൽ അവനെ പിടിച്ചോ, എന്നെ വെറുതെ വിട്ടേക്ക്. എടാ നിന്റെ കൈ ഇങ്ങോട്ട് താ, നിന്നെ മുകളിലേക്ക് കേറ്റാൻ വേണ്ടി തന്നെ നോക്കുന്നത്. എന്റെ മകൻ വരുമെന്ന് മേഘങ്ങളെ പറത്തി കാറ്റിലൂടെ വരും. ഇതാ വന്നു കഴിഞ്ഞു അങ്ങയുടെ മകൻ പപ്പ. ആ, ആ. ഞങ്ങൾ നിന്നെ ഒരു കാരണവശാലും ഗോൾഡൻ ട്രോഫി മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. കൊച്ചളിയാ, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ കള്ളനല്ലെന്നാണ്. പിന്നെ എന്തിനാണ് ഇവനെ ഈ കിടന്ന് ഓടുന്നത്? ഇവൻ പറയുന്നത് ഇവരുടെ ബോഡി സൂട്ടിന്റെ രഹസ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇവൻ ഓടി ഒളിച്ചത്. അപ്പൊ പിന്നെ കള്ളൻ ആരാ? അതാ നോക്ക് കള്ളൻ, പിടിക്കവനെ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരു ബ്രേക്കിന് ശേഷം. കിട്ടിപ്പോയി, കള്ളനെ കിട്ടിപ്പോയി. എന്റെ ജോലി പോകാതെ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ golden trophy. നീ എന്തായാലും ഇത്ര സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്. നിനക്കുള്ള ട്രോഫി ഇനി ജയിലിൽ നിന്ന് കിട്ടിക്കോളും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൂട്ടുകാരെ?